സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. രാഹുൽ സദാശിവരത്തിനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്റെ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകൾ കാണുന്ന ആളുകൾക്ക് മുഴുവൻ അറിയാം ആരാണ് രാഹുൽ സദാശിവൻ എന്ന്. ആ ചെങ്ങാതിയാണ് മമ്മൂക്കയുടെ ഒരു അതിഗംഭീര സിനിമ നമുക്ക് തന്നത്, ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ. ആ സിനിമ എത്രത്തോളം നമ്മളെ ഭ്രമിപ്പിച്ചു എന്നും മലയാള സിനിമയെ ഭ്രമിപ്പിച്ചു എന്നും ഇന്ത്യൻ സിനിമയെ മൊത്തമായിട്ട് എങ്ങനെ ഭ്രമിപ്പിച്ചു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രയേറെയായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ആ ഒരു സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടത്. അതിന് തൊട്ടു മുമ്പ് രാഹുൽ സദാശിവ് എന്ന് പറയുന്ന മനുഷ്യൻ സംവിധാനം ചെയ്തത് ഒരു പ്രേത സിനിമ തന്നെയായിരുന്നു, ഒരു ഹൊറർ മൂവി തന്നെയാണ്. ഈ പ്രേത സിനിമ എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടുവർത്തമാനാണ് കേട്ടോ, പ്രേത സിനിമ എന്നൊക്കെ പറയും. എന്തായാലും ഒരു ഹൊറർ മൂവിയായിരുന്നു അദ്ദേഹം സംവിധാനം ചെയ്തത്. അതും നമ്മുടെ ഷൈൻ നിഗത്തിനെ വെച്ചിട്ട് ഒരു അതിഗംഭീര സിനിമ. പകൽ തന്നെ കാണുവാൻ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഭയപ്പെട്ടു പോകുന്ന ഒരു സിനിമയാണ് അത്, ഒരു സംശയമില്ല. അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാക്കി വെച്ച ഒരു മനുഷ്യൻ നിന്നാണ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ബ്രഹ്മയുഗം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങുന്നത്. അത് മമ്മൂക്കയെ വെച്ചിട്ട്. മമ്മൂക്ക ആ ഒരു സിനിമയിൽ കൺവിൻസ്ഡ് ആവുന്നു, ആ ഒരു കഥയിൽ കൺവിൻസ്ഡ് ആവുന്നു. തീർച്ചയായിട്ടും അത് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം തന്നെ ഒരുമ്പെടുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്ക തന്നെ തുടങ്ങിയ ഒരു ഫിലിം കമ്പനി ആ ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഞാൻ ഇതൊക്കെ പറഞ്ഞു വെച്ചത് ഒറ്റ കാര്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. രാഹുൽ സദാശിവന്റെ ഒരു സിനിമ കൂടി വരുന്നു. വീണ്ടും ഭയപ്പെടുത്താൻ രാഹുൽ സദാശിവൻ എന്നുള്ളതാണ് പുതിയൊരു ഗംഭീരമായിട്ടുള്ള വാർത്ത. എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഇത്തവണ പൃഥ്വിരാജാണത്രേ. പൃഥ്വിരാജും മഞ്ജു വാര്യരും ഒരു റയർ കോംബോ എന്നൊക്കെ പറയേണ്ടി വരും. ഞാനതിനെ റയർ കോംബോ എന്ന് പറഞ്ഞു വെക്കുക. പൃഥ്വിരാജും ഒപ്പം തന്നെ മഞ്ജു വാര്യരും ഒരുമിച്ച് ചേർന്നിട്ട് ഒരു സിനിമയിലേക്ക് എത്തുക, അതും ഭയപ്പെടുത്താൻ വേണ്ടി തന്നെ എത്തുക. രാഹുൽ സദാശിവമാണെങ്കിൽ ഭയപ്പെടുത്താൻ അയാളുടെ കയ്യിൽ എല്ലാ തരത്തിലും മരുന്നുണ്ടെന്നുള്ളതാണ്. അത് നമ്മളെ ഭയപ്പെടുത്തുന്നത് ഒരു സൗന്ദര്യമുള്ള ഭയപ്പെടുത്തല, നമ്മൾ അങ്ങോട്ട് തകർത്ത് കളയുകയല്ല, നമ്മളെ സ്ലോവ്ലി ഒരു ഭയത്തിലേക്ക് കീഴ്പ്പെട്ടു പോകുന്നൊരവസ്ഥയാണ് രാഹുൽ സദാശിവൻ തന്റെ സിനിമകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യ സിനിമയും പിന്നീട് നമ്മുടെ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ ആ ഭയത്തിന് കീഴ്പ്പെടുക. ആ കണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആകെ പേടിച്ച് സിനിമ കാണുന്ന പോലെയൊക്കെ ഇറങ്ങി ഓടാൻ തോന്നുന്ന അവസ്ഥയിലേക്ക് എല്ലാം എത്തിക്കുക. പക്ഷേ ആ സിനിമ കണ്ട് ഓരോ ദിവസം കഴിയും തോറും ആ ഭയത്തിന്റെ പല രീതിയിലുള്ള അംശങ്ങൾ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ അത് ഭയമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര സ്നേഹമായിട്ട് ആ സിനിമ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുന്നതാണ്. നോക്കൂ, നമുക്ക് പൃഥ്വിരാജിനെ അറിയാം. ഈ അടുത്ത കാലത്ത് വളരെയധികം പണം ചെലവാക്കിയിട്ട് സിനിമകൾ മാത്രമായിരുന്നു പൃഥ്വിരാജ് എന്ന് പറഞ്ഞ മനുഷ്യൻ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചത്. മലയാള സിനിമയിലെ ഏതോ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വൃഥാശ്രമമാണ് പൃഥ്വിരാജ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഒരു അയലത്തെ പയ്യൻ ഒരു ഇമേജുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തകർത്ത് ഒരു പാൻ ഇന്ത്യൻ ഇമേജ് കിട്ടുന്നു. പാൻ ഇന്ത്യൻ ലെവലിൽ പൃഥ്വിരാജ് എല്ലായിടത്തും അംഗീകരിക്കപ്പെടുന്നു. പക്ഷെ വില്ലൻ വേഷങ്ങൾ കിട്ടുന്നത് ഇളവ് മുഴുവൻ നമുക്കൊരു കോമഡി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു എന്നൊക്കെയുള്ള ഒരു സമയത്താണ് ഇദ്ദേഹത്തെ രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന ഒരു നല്ല സംവിധായകൻ സെലക്ട് ചെയ്യുന്നത്. നമുക്ക് മമ്മൂട്ടിയെ വെച്ചിട്ട് ഈ ചെങ്ങാതി ചെയ്തത് എന്തൊക്കെ നമുക്കറിയാം. മമ്മൂട്ടി അസലായിട്ട് അദ്ദേഹം പരീക്ഷിക്കായിരുന്നു, എല്ലാ തരത്തിലും പരീക്ഷിച്ചൊരു ഗംഭീര സിനിമ തന്നെ നമുക്ക് തന്നത്. അങ്ങനെയാണെങ്കിൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനിൽ ഉണ്ടായിരുന്ന ഒരു നല്ല അഭിനേതാവ് ഈ അടുത്ത കാലത്തൊന്നും ഇല്ല. അപ്പൊ ഒരു നല്ല ഇപ്പൊ ഈ അടുത്ത കാലത്ത് കൂടുതൽ ചുമ്മാ തോക്കും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മസിൽ പിടിച്ച് നടക്കിയതല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്തിട്ടില്ല പൃഥ്വിരാജ്. അപ്പൊ ആ പൃഥ്വിരാജിന്റെ യഥാർത്ഥത്തിൽ ചില അഭിനയ മുഹൂർത്തങ്ങൾ നമുക്ക് കാണണമെങ്കിൽ അത് രാഹുൽ സദാശിവൻ അതിനെ ഒരുമ്പിട്ടിറങ്ങിയിരിക്കണം എന്നർത്ഥം. അതിനൊപ്പം തന്നെ മഞ്ജു വാര്യർ കൂടി ഒരു കോംബോ ആയിട്ട് വരുന്നു. പൃഥ്വിരാജും മഞ്ജു വാര്യരും കൂടി ഒരു കോംബോ വല്ല സിനിമയിൽ വന്നിട്ടുണ്ടോ? ഇല്ലെന്നാണ് എന്റെ തോന്നൽ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതൊരു അതിഗംഭീരമായിട്ടുള്ള ഒരു ജോണർ അല്ലെങ്കിൽ ഒരു കോംബോ തന്നെ ആയിരിക്കുമെന്നാണ് വിചാരിച്ചു പോകുന്നത്. എന്തൊക്കെ സുഹൃത്തുക്കളെ, നമുക്ക് ഭയങ്കരമായിട്ട് ആസ്വദിക്കാനും സന്തോഷിക്കാനും കഴിയുന്ന ഒരു ഗംഭീര സിനിമ കൂടി നമ്മുടെ മുമ്പിലേക്ക് വരുന്നു എന്നർത്ഥം. സുഹൃത്തുക്കളെ, എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒപ്പം കൂടണേ. ബൈ.